ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിനാമകീർത്തനം. അഹംബുദ്ധിയിൽ നിന്നുണ്ടാകുന്ന കാമക്രോധാദി അഷ്ടദോഷങ്ങൾ നാശത്തിനുള്ള വഴിയൊരുക്കുന്നു. അതിനിടവരുത്തരുതേ ഭഗവാനെ എന്ന പ്രാർത്ഥനയാണ് 47-ാമത്തെ ശ്ലോകത്തിൽ. ദമ്പായ വൻമരമതിനുള്ളിൽ നിന്നു ചില കൊമ്പും തളിർത്ത് അവധിയില്ലാത്ത കായ്കനികൾ അൻപേറിയ തരുവിൽ വാഴായ്വതിന്നുഗതി നിൻ പാദഭക്തി ഹരിനാരായണായ നമ. ദമ്പായ വൻമരം, അതായത് അഹങ്കാരമാകുന്ന വൻമരം, അതിനുള്ളിൽ ചില കൊമ്പും തളിർത്ത് കാമക്രോധ മോഹ മതമാത്സര്യാദികളാണ് ആ മരത്തിൽ തളിർത്തുണ്ടാകുന്ന കൊമ്പുകൾ. അവധിയില്ലാത്ത കായ്കനികൾ, ആ കൊമ്പുകളിലുണ്ടാകുന്ന കായ്കനികളാണ് ലൗകികങ്ങളായ സുഖഭോഗ വസ്തുക്കളെല്ലാം. ജീവാത്മാവാകുന്ന പക്ഷി ഈ കായ്കനികളിൽ പ്രിയം വർദ്ധിച്ച് ആ മരത്തിൽ തന്നെ സ്ഥിരമായി താമസിക്കാൻ ആഗ്രഹിക്കുന്നു. അതിന് ഇടവരുത്തരുതേ ഭഗവാനെ എന്നാണ് കവി ഇവിടെ പ്രാർത്ഥിക്കുന്നത്. ജീവാത്മാവിനെയും പരമാത്മാവിനെയും ഒരേ വൃക്ഷത്തിൽ എപ്പോഴും ചേർന്നിരിക്കുന്ന രണ്ട് പക്ഷികളായിട്ടാണ് ഉപനിഷത് സൂക്തം, വേദശാസ്ത്ര ഗ്രന്ഥങ്ങൾ എന്നിവയിലെല്ലാം ചിത്രീകരിക്കുന്നത്. എപ്പോഴും ചേർന്നിരിക്കുന്നവയും സഖാക്കളുമായ രണ്ട് പക്ഷികൾ ഒരേ വൃക്ഷത്തെ ആശ്രയിച്ചിരിക്കുന്നു. അവയിൽ ഒന്ന് ജീവാത്മാവ് ആ മരത്തിൻ്റെ പഴങ്ങളെ വളരെ രുചിയോടുകൂടി അനുഭവിക്കുന്നു. മറ്റൊന്ന് പരമാത്മാവ് ഒന്നും ഭക്ഷിക്കാതെ അസക്തനായി സാക്ഷീഭൂതനായി വർത്തിക്കുന്നു. ഭൗതിക സുഖഭോഗങ്ങൾ കാമക്രോധാദി അഷ്ടരാഗങ്ങളാകുന്ന കൊമ്പുകളിലുണ്ടാകുന്ന കായ്കനികളാണ്. അവയോട് പ്രിയം വർദ്ധിക്കുന്ന ജീവനാകുന്ന പക്ഷിക്ക് ആ വൃക്ഷത്തിൽ തന്നെ വാഴാൻ കൊതിയുണ്ടാകും. അത് പാപത്തിൻ്റെയും നാശത്തിൻ്റെയും വഴിയാണ്. അതിന് ഇടവരാതിരിക്കാൻ ഒരു മാർഗമേയുള്ളൂ: ഈശ്വരനിൽ അചഞ്ചലമായ ഭക്തി. ആ ഭക്തി തനിക്കുണ്ടാകണമേ എന്നാണ് കവി ഇവിടെ പ്രാർത്ഥിക്കുന്നത്. നാരായണ, അങ്ങേക്കായിക്കൊണ്ട് നമസ്കാരം. ദമ്പായ വൻമരമതിനുള്ളിൽ നിന്നു ചില കൊമ്പും തളിർത്തവധിയില്ലാത്ത കായ്കനികൾ അൻപേറിയ തരുവിൽ വാഴായ്വതിന്നുഗതി നിൻ പാദഭക്തി ഹരിനാരായണായ നമ.